السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ചെറുപ്പത്തിൽ ഞാൻ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇപ്പോൾ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല അന്ന്. എൻ്റെ സ്വന്തം തല പോലും എനിക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ. ഡിക്ഷണറി എന്ന വാക്ക് തേടി ഞാൻ അലഞ്ഞു, പക്ഷെ കണ്ടില്ല. ജീവിതം അത്രയും പ്രയാസമായിരുന്നു. ഓറഞ്ച് നിറമായത് കൊണ്ടാണോ ഓറഞ്ച് എന്ന് പേരുന്നത്, അതോ ഓറഞ്ച് നിറമായത് കൊണ്ടാണോ ഓറഞ്ച് നിറത്തിന് ആ പേരുന്നത് എന്ന് ആലോചിച്ചെന്നെ തല പുകഞ്ഞു. ലൈഫ് വാസ് ഹാർഡ്, നോ മാറ്റർ ഹൗ ഹാർഡ് ഐ ട്രൈഡ്. So life is moving, it isn't waiting. The clock is ticking whether you move or not. No more excuses, no more waiting. So keep and get up and show in and lock up പോലുള്ള മോട്ടിവേഷൻ സ്വരങ്ങൾ ഇന്ന് നാം എല്ലാവർക്കും പരിചയമാണ്, നമ്മളെല്ലാം കേട്ട് ശീലിച്ചതാണ്. ഏതായാലും അതിനെന്തെങ്കിലും കയമ്പുണ്ടോ ഇല്ലേ എന്ന് നോക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ കയമ്പുള്ള ഒന്നുണ്ട്. മത്സരം അല്ലെങ്കിൽ പരിപാടി അൽ മുഹാദ് ഫി തഫ്സീർ ആയതുകൊണ്ട് തന്നെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും ഖുർആൻ ഒരു അത്ഭുതമാണ്. ഖുർആനിൽ നിന്ന് പലരും സയൻസ്, മാത്തമാറ്റിക്സ്, സൈക്കോളജി, ഫിലോസഫി പോലുള്ള പലതും ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ഖുർആനിൽ എന്താണുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയുന്നുണ്ട്. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ മുബയ്യിനാത്ത് വമസലൻ മിനൽ ലദീന ഖലൗ മിൻ ഖബ്ലികും വമൗഇദതൻ ലിൽ മുത്തഖീൻ. ഖുർആൻ നൽകുന്നത് പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ്, സൂക്ഷ്മതയാണ്. തൻ്റെ കുടുംബം, വീട്, സമ്പത്ത്, വാഹനം, സ്ഥലം എന്ന് തുടങ്ങി പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം സ്വന്തം ശരീരം പോലും ഇച്ഛക്കും ആഗ്രഹത്തിനനുസരിച്ച് അണക്കാനും പിടിക്കാനും സാധിക്കാത്ത എത്രയോ മനുഷ്യർ ആശുപത്രി വരാന്തകളിൽ, വഴിയോരങ്ങളിൽ, വീടുകളിലൊക്കെ ആയിട്ടുണ്ട്. എത്രയോ മനുഷ്യർ, പാവങ്ങൾ, പച്ച പാവങ്ങൾ, യാദർശികമായി ആകസ്മികമായി ഒരു ചൂരന്മല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വടകര സ്റ്റേഷനിൽ വെച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇനി എന്ത് ജീവിക്കണം, ഞാൻ എന്ത് മറുപടി പറയാൻ, ഞാൻ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്താൻ? സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കണം. അസുഖം പിടിപെട്ട് തൻ്റെ വീട്ടുകാരും മക്കളും എല്ലാം വിട്ടേച്ച് പോയി അവസാനം ഒരു പരാതിയും പരിഭവവും ആരോടും ഒന്നും പറയാതെ തൻ്റെ റബ്ബിനെ വിളിക്കുന്ന അയ്യൂബ് നബി വിളിക്കുന്നൊരു വിളിയുണ്ട്. അതാണ് ആയത്ത് ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ. ഇവിടെ അയ്യൂബ് നബി എന്താണ് ചോദിച്ചതെന്ന് ശ്രദ്ധിച്ചോ? അയ്യൂബ് നബി ഒരിക്കലും എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, എനിക്ക് പ്രയാസം ബാധിച്ചു, എനിക്ക് രോഗം പിടിപെട്ടു, എൻ്റെ രോഗം മാറ്റിത്തരണ റബ്ബേ, എൻ്റെ കുടുംബം തിരിച്ചു തരണ റബ്ബേ എന്നൊന്നല്ല അയ്യൂബ് നബി പറഞ്ഞത്. അയ്യൂബ് നബി പറഞ്ഞ ഇത്ര മാത്രം, അന്നി മസ്സനിയദ്ദുർ, ഞാൻ പ്രയാസത്തിലാണ് റബ്ബേ, വഅൻത അർഹമുർ റാഹിമീൻ, നീയാണെങ്കിൽ ഏറ്റവും വലിയ കരുണാമയനും. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അയ്യൂബ് നബി അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു, ഇരട്ടിയാക്കി കൊടുത്തു, ഐശ്വര്യത്തിന്മേൽ ഐശ്വര്യം. അതാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഏതൊരു കയറ്റത്തിന് ശേഷം ഒരു ഇറക്കം വരാനുണ്ട്, ഏതൊരു വേനലിന് ശേഷം ഒരു വസന്തം വരാനുണ്ട്, അല്ലെങ്കിൽ വർഷകാലം വരാനുണ്ട്, വർഷകാലം കഴിഞ്ഞ് ഒരു വസന്തം പൂവണിയാനുണ്ട്, രാത്രിയുടെ ഇരുട്ടിന് ശേഷം ഒരു പകലിൻ്റെ വെളിച്ചം വരാനുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്ന് പറയുന്നില്ല. ഇത്ര മാത്രം, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇൻഡീഡ് വിത്ത് ഹാർഡ്ഷിപ്പ് കംസ് ഈസ്. അവസാനം ഒരു ഇംഗ്ലീഷ് അങ്ങ് തിരികെ കയറ്റി മുഹാദറയിൽ. സാധാരണ ഈ മോട്ടിവേഷനിലൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ആക്കന്മാർക്ക് ഒരു അസ്വസ്ഥതയാണ്. സാരല്ല, ഇന്നത്തെ മോട്ടിവേഷൻ മാനങ്ങളെ തകർക്കാനാണല്ലോ നമ്മളിന്നിവിടെ കയറി വന്നിട്ടുള്ളത്. ഏതായാലും ഈ ഹ്രസ്വകാല ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ വൈദ്യുതിവാകാനിരുന്ന ഇൻ്റർവ്യൂ പാസ്സായില്ല, അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റു, ജോലി നഷ്ടപ്പെട്ടു, ജോലിയിൽ നല്ലൊരു പൊസിഷൻ നഷ്ടപ്പെട്ടു, ജോലി തന്നെ നഷ്ടപ്പെട്ടു. എന്തിന്, ഞാൻ ജനിച്ചത് തന്നെ ഒരു തോൽവിയായിട്ടാണ് എന്നൊക്കെ പരിഭവപ്പെടുന്നവരുണ്ട്. അവരോട് സൂറത്ത് ആൽ ഇംറാനിലെ 139-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കണം. വലാ തഹിനു വലാ തഹ്സനു, സങ്കടപ്പെടാതെ, പ്രതീക്ഷ കൈവിടാതെ, വഅൻതുമുൽ അലൂൻ, യു ആർ സുപ്പീരിയർ. പക്ഷേ ഒരു നിബന്ധനയുണ്ട് എന്നല്ല, ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ, ഇൻ കുൻതും മുഅ്മിനീൻ. മനുഷ്യൻ ഇങ്ങനെ ദുനിയാവിൽ പടച്ചവൻ്റെ കൽപ്പനകളൊക്കെ മറന്ന്, യഥാർത്ഥ ലക്ഷ്യം മറന്ന്, സമ്പത്തിൻ്റെയും ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ ഓടുമ്പോൾ പടച്ചൻ തന്നെ അടിമയെ വിളിച്ച് ഓർമ്മിപ്പിക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസഘട്ടങ്ങൾ വന്നാലും ഈമാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പുല്ല് പോലെ അതിജീവിക്കാൻ സാധിക്കും എന്ന് പടച്ചവൻ ഓർമ്മിപ്പിക്കുക. ഇതിന് മറ്റൊരു ഡയമെൻഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദായിലും ഖദറിലും പൂർണ്ണ വിശ്വാസമുള്ളൊരു മുഅ്മിന് പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രതിസന്ധിയല്ല, എന്നിട്ടല്ലേ അതിജീവനം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹ്രസ്വകാല ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു,
ഒരുപാട് പാപങ്ങൾ ചെയ്തു എന്ന പശ്ചാത്താപ ബോധം, അല്ലെങ്കിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു, കുരുത്തക്കേടുകൾ ചെയ്ത് തനിക്ക് യാതൊരു ജീവിതത്തിൽ യാതൊരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവപ്പെടുന്നവരുണ്ടോ എങ്കിൽ മനസ്സുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളും കുരുത്തക്കേടുകളൊക്കെ ചെയ്ത് തൻ്റെ ജീവിതം മുടിഞ്ഞെന്ന് വിചാരിക്കുന്നവരോടൊന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്ര വലുതായാലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അതൊന്നും പടച്ചോന്റെ കരുണയോട് കിടപിടിക്കില്ലടോ. അതുകൊണ്ട് പ്രതീക്ഷ വെച്ചോ, പടച്ചോൻ കൈവിടൂല, പടച്ചോൻ പുറത്തു തരും എന്ന് ഈ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ വേറെ എന്ത് വേണം? അതാണ് ലൗ ബലഗ യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ ثم واستغفرتني غفرت لك ولا أبالي. ഇതന്നെയാണ് ജീവിതത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തമായ പ്രബോധനം നടത്തി വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടിട്ടും ആരും വിശ്വസിക്കാതായപ്പോൾ മനുഷ്യൻ്റെ ക്ഷമ കെടുകയും മനുഷ്യന് മടുപ്പ് വരികയും ചെയ്യുന്ന സന്ദർഭം എന്നോ കഴിഞ്ഞ് കടന്ന് അവസാനം മനുഷ്യനിങ്ങനെ ദേഷ്യവും രോഷമൊക്കെ വരുന്ന നിരാശയൊക്കെ വന്ന ഘട്ടമെത്തിയപ്പോൾ യൂനുസ് നബി തൻ്റെ പ്രബോധന സ്ഥലം വിട്ട് ഇരുളുകൾക്കുള്ളിൽ നിന്ന് യൂനുസ് നബി തൻ്റെ പടച്ചവനെ വിളിച്ച് പശ്ചാത്താപ ബോധം പ്രകടിപ്പിച്ചപ്പോൾ പടച്ചവും പുറത്തു കൊടുത്തില്ലേ? അതാണ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഖുർആനിൽ ഇങ്ങനെ ഒരുപാട് സൂക്തങ്ങളും സംഭവങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. മൊത്തത്തിൽ ഈ കാലഘട്ടത്തെ മോട്ടിവേഷനുകൾ മൊത്തത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ഉദ്ദേശം. പക്ഷേ നല്ലതുണ്ടാകുമോ? പിന്നെ എന്തിന് മറ്റൊന്ന്, പടച്ചോൻ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നതും നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതും നമ്മെ പടച്ചോൻ റബ്ബാകുമ്പോൾ പിന്നെ എന്തിന് മറ്റൊന്നിൻ്റെ ആവശ്യം എന്ന ചോദ്യം മാത്രം. ഇതുകൊണ്ട് എപ്പോഴും ഖുർആൻ ഓതുന്നവരാവുക. കാരണം ഖുർആൻ ഒരാളുടെ ജീവിതത്തിലെ കൂട്ടുകാരനായാൽ, ഖുർആൻ ഒരാളുടെ ജീവിതത്തിലെ വഴികാട്ടിയായാൽ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂട്ടിലിരിക്കാൻ പറ്റിയൊരു കൂട്ടുകാരനായാൽ, ജീവിതത്തിൽ ബാഹ്യമായി നോക്കുമ്പോൾ കാണത്തക്ക വണ്ണം ഒന്നുമില്ലെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിന് ഒരു ഒഴുക്കുണ്ടാകും. അല്ലലും അലട്ടലും ഇല്ലാതെ ജീവിതം ഇങ്ങനെ ഐശ്വര്യപൂർണ്ണമാകും. അർപ്പണ ബോധവും ആത്മവിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് നാഥൻ നമ്പുരാൻ അതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.